നമസ്കാരം. ഉത്സവ ആഘോഷ ലഹരിയിൽ അയോധ്യ. രാംലല്ലാ മൂർത്തിയുടെ പ്രാണപ്രതിഷ്ഠയാണ് 22-ാം തീയതി നടക്കുന്നത്. ബാലനായ ശ്രീരാമൻ അയോധ്യ ഭക്തിസാന്ദ്രമായ ഉത്സവാന്തരീക്ഷത്തിലാണ്. ആയിരക്കണക്കിന് ഭക്തർ ജയ് ശ്രീറാം ജയ് സിയാറാം മുഴക്കി നിരത്തുകളിലൂടെ നടന്നു നീങ്ങുന്നു. പ്രായമേറിയവരും സ്ത്രീകളും കുട്ടികളുമൊക്കെ തെരുവുകളിൽ രാമമന്ത്രം ഉരുവിടുന്നു. ഹനുമാൻ വേഷധാരികൾ പലയിടത്തും കറങ്ങി നടക്കുന്നു. കൊടിതോരണങ്ങൾ കെട്ടി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് തെരുവുകൾ. രാത്രിയിൽ വൈദ്യുത ദീപാലങ്കാരങ്ങളാണ് എങ്ങും. അയോധ്യ നഗരം വെളിച്ചത്തിൽ കുളിച്ച് നിൽക്കുന്നു. ഭജനകൾ ഉച്ചഭാഷണിയിലൂടെ കേൾക്കാം. അയോധ്യയിലെ ഓരോ അണുവിലും രാമനെ ദർശിക്കുകയാണ് ഭക്തർ എന്ന് ചില ഭക്തർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഗർഭഗൃഹത്തിൽ ശ്രീകോവിലിൽ സ്ഥാപിച്ച 51 ഇഞ്ച് പൊക്കമുള്ള രാംലല്ലാ മൂർത്തിയുടെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സ്ഥാപിച്ച് അതിനുശേഷം അതിലേക്ക് ചൈതന്യത്തെ ആവാഹിച്ചാൽ മാത്രമാണ് പ്രാണപ്രതിഷ്ഠ നടക്കുക. അവിടെ വച്ചതുകൊണ്ട് മാത്രം പ്രതിഷ്ഠയാകുന്നില്ല. അതിലേക്ക് പ്രത്യേകമായ പൂജാവിധികളിലൂടെ പ്രത്യേകമായി ചൈതന്യത്തെ, ശ്രീരാമ ചൈതന്യത്തെ, വൈഷ്ണവ ചൈതന്യത്തെ ആവാഹിച്ച് ആണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. മൈസൂരുവിലെ ശില്പി അരുൺ യോഗിരാജ് കൊത്തിയ കൃഷ്ണശിലാ വിഗ്രഹമാണ് ഇത്. 5 വയസ്സുകാരൻ്റെ ഓമനത്വവും തേജസ്സുമുണ്ടെന്ന് രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് വിലയിരുത്തിയ ശില്പം രഹസ്യ വോട്ടിലൂടെയാണ് തിരഞ്ഞെടുത്തത്. ശില്പത്തിൻ്റെ ഇടത് കൈയിൽ വില്ലും വലത് കൈയിൽ അമ്പും കാണാം. ഓം, ചക്രം, ഗദ, സ്വസ്തിക രൂപങ്ങൾ അലങ്കാരമായി ശില്പത്തിന് ചുറ്റുമുണ്ട്. ചിത്രം പുറത്തു വന്നയുടൻ സമൂഹമാധ്യമങ്ങളിൽ അത് വൈറലായി. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഇന്നലെ നവഗ്രഹ പൂജ നടന്നു. സരയൂ നദിയിലെ ജലം കൊണ്ട് ഗർഭഗൃഹം ഇന്ന് കഴുകി വൃത്തിയാക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ രാമക്ഷേത്രം സന്ദർശിച്ച് പ്രാണപ്രതിഷ്ഠയുടെ ഒരുക്കങ്ങളും സുരക്ഷയും അവലോകനം ചെയ്തു. രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി നൽകിയ സുപ്രീം കോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിലുണ്ടായിരുന്ന മുൻ ചീഫ് ജസ്റ്റിസുമാരായ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, എസ് എ ബോബ്ഡെ, ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, റിട്ടയേർഡ് ജഡ്ജിമാരായ അശോക് ഭൂഷൺ, S അബ്ദുൽ നസീർ എന്നിവരെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. രഞ്ജൻ ഗൊഗോയ് ഇപ്പോൾ രാജ്യസഭാ എംപിയും അബ്ദുൽ നസീർ ആന്ധ്രാപ്രദേശ് ഗവർണറുമാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ റെയിൽവേ സ്റ്റേഷനുകളിൽ തത്സമയം പ്രദർശിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചു. രാജ്യമൊട്ടാകെ ഏതാണ്ട് 9,000 സ്ക്രീനുകളിൽ ഈ ചടങ്ങുകൾ പ്രദർശിപ്പിക്കും. മഹാരാഷ്ട്രയിലടക്കം ചില സംസ്ഥാനങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഖാലിസ്ഥാൻ ബന്ധമുള്ളവർ അയോധ്യയിൽ കുഴപ്പങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു. ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 രാജസ്ഥാൻ സ്വദേശികളെ ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത്. നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് ഭീകരവിരുദ്ധ സ്ക്വാഡ് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായി തന്നെ അന്വേഷിക്കേണ്ടതാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? എന്നാൽ ലോഹത്തിലോ കല്ലിലോ നിർമ്മിച്ച് ക്ഷേത്രത്തിൽ എത്തുന്ന വിഗ്രഹത്തിലേക്ക് ദേവചൈതന്യത്തെ ആവാഹിച്ച് ശക്തിപൂർണ്ണമാക്കുന്ന പൂജയാണ് പ്രാണപ്രതിഷ്ഠ. നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ക്ഷേത്രങ്ങളിൽ ദേവതാ രൂപങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുന്നു. നാമരൂപ സമ്പൂർണ്ണമായ ദേവരൂപങ്ങളാണ് ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്നത്. ബഹുഭാവനാപൂർണമായ വ്യത്യസ്ത ദേവതകളുടെ ശാരീരിക രൂപത്തെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഒരു കൂടിച്ചേരൽ കൂടിയാണ് ഈ പ്രാണപ്രതിഷ്ഠ. എന്നാൽ മൂലപ്രകൃതി, പുരുഷൻ എന്ന 2 അർത്ഥങ്ങളുണ്ട്. അപ്പോൾ പ്രകൃതി പുരുഷ സംയോഗം, ശിവശക്തി സംയോഗം എന്നൊക്കെ പറയുന്ന പോലെ പ്രകൃതി പുരുഷ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സംയോഗമാണ് ഈശ്വര ചൈതന്യം എന്ന് പറയപ്പെടുന്നു. അത് ആ പൂജാവിധികളിലൊക്കെ തന്നെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രാംലല്ലയുടെ വിഗ്രഹം അവിടെ വച്ചതിന് ശേഷം അത് പ്രതിഷ്ഠിക്കുകയല്ല, അതവിടെ വയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷമാണ് അതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചൈതന്യത്തെ ആവാഹിച്ച് പ്രത്യേകമായ പൂജാവിധികളിലൂടെ ചൈതന്യത്തെ ആവാഹിച്ച് പ്രാണപ്രതിഷ്ഠയാക്കി മാറ്റുന്നത്. ഈ രാംലല്ല ഭഗവാന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. എല്ലാവരും ആ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയാണ് എന്നാണ് അയോധ്യയിലെ അടക്കമുള്ള ജനങ്ങൾ പറയുന്നത്. അപ്പോൾ പ്രാണപ്രതിഷ്ഠയ്ക്കോ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അറിയിക്കുന്നത്.